ഇന്ന് ABC-യിൽ നമുക്കൊരു പുതിയ അതിഥിയെ തിരുവനന്തപുരത്ത് കിട്ടിയിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, ശിവസേനയുടെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പേരൂർക്കട ഹരികുമാർ. നമസ്കാരം ഹരിച്ചേട്ടാ. സ്വാഗതം. നമസ്കാരം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? അതെ, സുഖമാണ്. വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നു. ചേട്ടൻ മുമ്പൊരിക്കൽ ABC കൊച്ചിയിൽ വന്നിട്ടുണ്ട്. ABC-യിൽ ഞാൻ കൊച്ചിയിൽ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അതെ. തിരുവനന്തപുരത്ത് പക്ഷെ ആദ്യമാണ്. എങ്ങനെയുണ്ട് ഇപ്പോൾ ശിവസേനയുടെ കേരളത്തിലെ പ്രവർത്തനങ്ങൾ? ഒന്ന് ചെറുതായിട്ടൊന്ന് വിശദീകരിച്ചാൽ നല്ലതായിരുന്നു. ശിവസേനയുടെ സംഘടനാ പ്രവർത്തനം ഇപ്പോൾ മഹാരാഷ്ട്രയിൽ പാർട്ടിയിലുണ്ടായ ഒരു പിളർപ്പിന് ശേഷം കേന്ദ്ര നേതൃത്വം വളരെ കാര്യക്ഷമമായിട്ടുള്ള ഇടപെടലാണ് സംഘടനാ പ്രവർത്തനത്തിൽ നടത്തുന്നത്. ശിവസേനയുടെ മുഖ്യ നേതാവും അതുപോലെ തന്നെ ഇപ്പോൾ മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിയുമായിട്ടുള്ള ശ്രീ ഏക്നാഥ് ഷിൻഡേജി, അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളും, ഇപ്പോൾ തന്നെ നിലവിൽ 26 സംസ്ഥാനങ്ങളിൽ പാർട്ടിയുടെ പ്രവർത്തനം എത്തിയിട്ടുണ്ട്. അത് വളരെ ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനമാണ്. നേരത്തെ ഇല്ലായിരുന്നു. നേരത്തെ പല പ്രദേശങ്ങളിലും പ്രവർത്തനം ഉണ്ടെങ്കിൽ പോലും കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒരു അവിടെ ഇടപെടൽ അല്ലെങ്കിൽ ഒരു കോർഡിനേഷൻ്റെ അഭാവം പല പ്രദേശങ്ങളുണ്ട്. ഇന്നിപ്പോൾ അത് കുറേയൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സംഘടന വലിയൊരു അതിൻ്റെ ഒരു ചിട്ടയിലേക്ക് രാജ്യത്ത് ഒരു അടിത്തറ സ്ഥാപിക്കുന്നതിലേക്കുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിട്ടാണെങ്കിൽ കേരളത്തിൽ ശിവസേന എന്ന് പറയുന്നത് വളരെ ബാലാസാഹബ് താക്കറെയുടെ കാലഘട്ടത്തിൽ 1990 കാലഘട്ടത്തിലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ സംഘടനയെ സംബന്ധിച്ച് ഇത് ഒരു ബാല്യദശയിൽ നിന്നൊരു യുവത്വത്തിലേക്കെല്ലാം അതിലേക്ക് കടന്നു നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഈ സംഘടനയ്ക്ക് ഒരു വളർച്ചയിലേക്ക് എത്തിച്ചേരേണ്ട ഒരു സമയം. പക്ഷേ ഇത്രയും കാലം സംഘടന ശക്തമായിട്ടുള്ള പ്രവർത്തനം ഉണ്ടായിരുന്നെങ്കിൽ പോലും കേരളത്തിലൊരു രാഷ്ട്രീയ സ്ഥിതി അനുസരിച്ച് മുന്നണി സംവിധാനത്തിലാണ് ഇവിടുത്തെ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെയുള്ള അതിലുള്ള ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ളവർ ആ ഒരു പ്രവർത്തനം നടത്തിപ്പോകുന്നു. അപ്പോൾ ആ ഒരു സംവിധാനത്തിലേക്ക് നേരത്തെ ഇടക്കാലത്ത് ഇന്ത്യയുടെ ഘടകകക്ഷിയായിരിക്കുകയും പക്ഷേ അന്ന് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ചില സമീപനങ്ങളുടെ ഫലമായി വീണ്ടും നമ്മൾക്ക് ഇന്ത്യയിൽ നിന്ന് പുറത്ത് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഏക്നാഥ് ഷിൻഡേജിയുടെ നേതൃത്വത്തിൽ അദ്ദേഹം പാർട്ടിയുടെ നേതൃത്വം, ഔദ്യോഗിക വിഭാഗത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത ശേഷം ഇപ്പോൾ കേരളത്തിൽ ശിവസേന ഔദ്യോഗികമായി BJP നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഘടകകക്ഷിയായിട്ട് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും 14 ജില്ലകളിലും സംഘടനയുടെ അടിസ്ഥാനമായിട്ടുള്ള സംഘടനാ പ്രവർത്തനം ജില്ലാ കമ്മിറ്റികളോട് എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മളത് മണ്ഡല കമ്മിറ്റികൾ രൂപീകരിച്ചു കഴിഞ്ഞു. അത് കൂടുതൽ പഞ്ചായത്തുകളിലേക്കും വാർഡ് തലങ്ങളിലേക്കും ഇപ്പോൾ സംഘടനയുടെ പ്രവർത്തനം കൊണ്ടുപോകുന്ന അതിലുള്ള ഒരു പ്രയത്നത്തിലാണ് ഇപ്പോൾ സംഘടനയുടെ പ്രവർത്തകരും നേതാക്കളും ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പല തവണ നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ശിവസേനയുടെ കേന്ദ്ര നേതാക്കൾ ഇവിടെ NDAയുടെ പ്രചാരണത്തിന് വേണ്ടിയിട്ട് എത്തി. മഹാരാഷ്ട്രയുടെ അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നിട്ടുള്ള ദീപക് കേസർകർജി, അപ്പോൾ അതുപോലെയുള്ള നിരവധി നേതാക്കൾ ഇവിടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഓരോ സമയത്തും വരുന്നത്. NDAയുമായിട്ട് വളരെ നല്ല ഒരു സംവിധാനത്തിലാണ് അല്ലെങ്കിൽ നല്ല സ്വരച്ചേർച്ചയിലാണ് ശിവസേന കേരളത്തിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുമ്പോൾ എങ്ങനെയാണ്? ഇപ്പോൾ തെരഞ്ഞെടുപ്പുകൾ 2 എണ്ണമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, അതുപോലെ തന്നെ തൊട്ടുപുറകെ ഏതാനും മാസങ്ങളുടെ ഇടവേള കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പും വരികയാണ്. എങ്ങനെയാണ് NDAയുടെ സാധ്യതകളെക്കുറിച്ച്, അതുപോലെ പൊതുവേ ഉള്ള രാഷ്ട്രീയ സാഹചര്യം എന്താണ്? ശിവസേനയ്ക്ക് അതിൽ വഹിക്കാനാകുന്ന പങ്ക് എന്താണ്? ശിവസേന ഉദ്ദേശിക്കുന്ന ഈ പറയുന്നത് പോലെ തദ്ദേശ സ്ഥാപനങ്ങളിലാകട്ടെ നിയമസഭയിലാകട്ടെ തീർച്ചയായിട്ടും ശിവസേനയ്ക്ക് പങ്കാളിത്തം ഉണ്ടാകും. അപ്പോൾ മത്സരത്തിൽ തെരഞ്ഞെടുപ്പിൽ പങ്കാളിത്തം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു സ്ട്രക്ചർ ഒന്ന് വിശദീകരിക്കാം. അപ്പോൾ ഇന്നിപ്പോൾ NDAയെ സംബന്ധിച്ച് കേരളത്തിൽ വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ 11 വർഷക്കാലത്തെ നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രത്തിൽ നടത്തിയിരിക്കുന്ന ജനകീയ വികസന പ്രവർത്തനങ്ങളുടെ ആ ഒരു ഭാഗമായിട്ടാണ്, അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇന്ന് കേരളത്തിലുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്ന് ശ്രീ സുരേഷ് ഗോപി NDAയുടെ ബാനറിൽ അദ്ദേഹം പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കും. അതുപോലെ തന്നെ നമ്മൾ തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും എല്ലാം വളരെ
മാർജിനൽ വോട്ടിനാണ് നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നെങ്കിൽ നമ്മുടെ ഈ 1 എന്നുള്ളത് 3 ആയിരിക്കുമായിരുന്നു. അത് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നാലും വി മുരളീധരനായിരുന്നാലും ശക്തമായിട്ടുള്ള, തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നേരത്തെ ശക്തമായിട്ട് മത്സരം കാഴ്ചവെക്കുന്ന സ്ഥലമാണ്. പക്ഷേ ആറ്റിങ്ങലിനെ സംബന്ധിച്ച് ഇത്തരത്തിലേക്ക്, പക്ഷേ അത് ശക്തമായിട്ടുള്ള ശ്രീ വി മുരളീധരൻ അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരിക്കുമ്പോൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, വിദേശകാര്യ സഹമന്ത്രി ആയിരിക്കുമ്പോൾ കോവിഡ് കാലത്തും അതുപോലെ തന്നെ പല വിദേശ രാജ്യങ്ങളിൽ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ ഇന്ത്യക്കാരെ തിരിച്ചു നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിനൊക്കെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അപ്പോൾ അതിനെല്ലാം അത് ഈ നരേന്ദ്രമോദി സർക്കാരിന് ജനങ്ങൾ നൽകിയ അംഗീകാരം. അപ്പോൾ ഇപ്പോൾ തോറ്റു എന്നുള്ളത് കൊണ്ട് പൂർണ്ണമായിട്ട് സീനില്ലെന്നല്ല. അവിടെ UDF LDF അല്ല, BJP അല്ലെങ്കിൽ NDA ഇന്ന് തൃശ്ശൂർ മാത്രമല്ല പല ആലപ്പുഴയിലടക്കം ആലപ്പുഴ 1 ലക്ഷത്തില് അധികം വോട്ട് മുൻ തെരഞ്ഞെടുപ്പിനേക്കാൾ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ നേടി. അപ്പോൾ എല്ലാ സ്ഥലത്തും ശക്തമായിട്ടുള്ള മുന്നേറ്റമാണ്. അപ്പോൾ ഇത് താഴെത്തട്ടിലുള്ള ജനവിഭാഗങ്ങൾ ഇന്ന് NDAയോട് കൂടുതൽ അടുക്കുന്നു. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള ചില രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ. 2018 ശബരിമലയെ അല്ലെങ്കിൽ സ്വാമി അയ്യപ്പനെ ഏത് രൂപത്തിൽ അയ്യപ്പനെ കുറിച്ച് പറഞ്ഞവർ ഇപ്പോൾ എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? പശ്ചാത്താപവും പ്രായശ്ചിത്തമൊക്കെ നടത്തുകയാണ്. അതെ, സർക്കാരിന്റെ നേതൃത്വത്തിൽ പിണറായി വിജയൻ പോയിട്ട് പമ്പയിൽ ആഗോള അയ്യപ്പ സംഘം എന്ന പേരിലൊരു പരിപാടി നടത്തുക. പക്ഷെ അത് പ്രഹസനമാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ ആരുടെയും ഒരു വലിയ ആഹ്വാനമില്ലാതെ നടത്തിയ ഒരു പരിപാടിയിൽ പന്തളത്ത് വലിയ ജനത പങ്കാളിത്തമാണ്. ഇത് തന്നെ കാണിക്കുന്നത് ഇന്ന് ഈ ഒരു ആശയത്തിന്, വികസനത്തിൻ്റെ ആശയത്തിന് ജനങ്ങൾ, ഇപ്പോൾ കേരളത്തിലെന്ന് പറഞ്ഞാൽ ഇടത് വലത് മുന്നണികളുടെ കഴിഞ്ഞ ഇത്രയും വർഷത്തെ ഭരണം കൊണ്ട്, ദുഷ്ഭരണം കൊണ്ട് കേരളത്തിൽ വികസനം വളരെ അകലെയായി. ആ വികസനമാണ് ഇപ്പോൾ ഇന്ത്യയുടെ മുരടിപ്പാണ്. വികസന മുരടിപ്പ്, അല്ലെങ്കിൽ ഉണ്ടായിരുന്ന വ്യവസായങ്ങൾ തകർച്ചയിലേക്ക് പോയി. നമുക്കറിയാം, ആലപ്പുഴ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ എത്ര വ്യവസായ സ്ഥാപനങ്ങളാണ് ഉണ്ടായിരുന്നത്. എല്ലാ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടുന്ന അവസാനം നമുക്കറിയാമല്ലോ, എറണാകുളത്ത് നിന്ന് നമ്മുടെ കിറ്റെക്സ് ഉൾപ്പെടെയുള്ള സ്ഥാപനം ഇവിടെ നിന്ന് അവരുടെ പുതിയ പ്ലാന്റ് മറ്റൊരു ജീവനം കൊണ്ട് രക്ഷപ്പെടുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യം, അപ്പോൾ ജനങ്ങൾക്ക് ഇവിടെ തൊഴിലില്ല. അപ്പോൾ ജനങ്ങൾ വളരെ ഇവിടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണപരാജയം കൊണ്ട് ഇവിടെ നിന്നുള്ള ജനങ്ങൾ ഈ സംസ്ഥാനത്ത് നിന്ന് പലായനം ചെയ്ത് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലേക്കും പോയി ജീവിക്കേണ്ട അവസ്ഥയാണ്. നമ്മളെ സംബന്ധിച്ച് പല ജില്ലകളിലും പോയാലും നടഞ്ഞു കിടക്കുന്ന വീടുകളാണ്, അവിടെ ആളുകളില്ല എല്ലാവരും. അപ്പോൾ കേരളത്തിൽ ആ ഒരു അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാക്കുന്നതിന് ഈ സർക്കാരുകൾ നേരത്തെ ശ്രമിച്ചിരുന്നുണ്ടെങ്കിൽ, അത് വിജയിച്ചിരുന്നുവെങ്കിൽ ഇവിടുത്തെ ആളുകൾക്ക്, ഈ യുവാക്കൾക്ക്, യുവതലമുറയ്ക്ക് ഇവിടുന്ന് പലായനം ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു. അപ്പോൾ അതിന് ഉത്തരവാദികൾ. അപ്പോൾ ഇന്നത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു നരേന്ദ്രമോദി സർക്കാർ. ഇപ്പോൾ നമുക്കറിയാം, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഇന്ന് കാസർഗോഡ് മുതൽ കന്യാകുമാരിയുള്ള റോഡ് വികസനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള പദ്ധതി. ഇപ്പോൾ നമുക്ക് എത്ര തീവണ്ടി ഒരു ദിവസം കൊണ്ട് നമുക്ക് വടക്ക് നിന്ന് നമുക്ക് തെക്ക് എത്തിച്ചേരാനും വേണമെങ്കിൽ അന്ന് തന്നെ മടങ്ങിപ്പോകാനും കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. പണ്ടൊക്കെ നമുക്ക് മലബാർ മേഖലയിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് പോകുന്ന ഒരു സംഘടനാ പ്രവർത്തകനാണെങ്കിൽ ട്രെയിനിലാണെങ്കിൽ പോലും 2 രാത്രിയും 1 പകലെങ്കിലും കുറഞ്ഞത് നമുക്ക് ചിലവഴിക്കേണ്ടി വരും. ഇപ്പോൾ അത് ആ സാഹചര്യം മാറിയിട്ടുണ്ട്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ നമ്മുടെ വിഴിഞ്ഞം തുറമുഖ പദ്ധതി, അപ്പോൾ ഇതെല്ലാം ഈ സംസ്ഥാനത്തിൻ്റെ മുഖച്ഛായ മാറ്റി. അപ്പോൾ അതിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇതിനെല്ലാം പച്ചക്കൊടി കാണിച്ചുകൊണ്ട് ഈ വികസനത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം ഈ വോട്ടെടുപ്പുകളിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ഒരു ഭരണമാറ്റം കേരളത്തിൽ സംഭവിക്കുകയും അമിത്ഷാ പറഞ്ഞത് 25% വോട്ടും ഭരണവും NDAക്ക് ലഭിക്കും എന്നാണ്. അങ്ങ് ഈ NDAയുടെ ഒരു ഘടകകക്ഷിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് അങ്ങേക്ക് എന്താണ് അതേക്കുറിച്ച് പറയാനുള്ളത്? അല്ല, ഇത് നേരത്തെ നമ്മൾ ഇതൊക്കെ ഇവർ പറയുമ്പോൾ ഇത് വെറും രാഷ്ട്രീയ എന്താണ് നമ്മൾ പറയുന്നത്, അവകാശവാദമാണ് അല്ലെങ്കിൽ സ്റ്റണ്ടാണ് എന്നെല്ലാം പറഞ്ഞ് പുച്ഛിച്ചു തള്ളുമായിരുന്നു. നമ്മളിപ്പോൾ ത്രിപുരയിൽ എന്താണ് ഉണ്ടായത്, ആസാമിൽ എന്താണ് ഉണ്ടായത്, ഇപ്പോൾ ബംഗാളിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ജനങ്ങൾ കാണുകയാണ്. അപ്പോൾ ഈ ഒരു തിരിച്ചറിവിൽ നിന്നായിരിക്കണം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ അയ്യപ്പ സംഗമം ഉൾപ്പെടെയുള്ള പരിപാടികളിലേക്ക് അല്ലെങ്കിൽ അവർ ഈ പാർട്ടിക്ക് ജനങ്ങൾ അവരെ വലിച്ചെറിയും, പുറന്തള്ളും. ബംഗാളിലെ പോലെ NDA ഭയപ്പെട്ടിട്ടാണ്
ഈ NDA പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഗിമ്മിക്കുകളുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അതെ, NDA പ്രതിരോധിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു സംവിധാനത്തിലേക്ക് പോകുന്നത്. പക്ഷെ അത് തിരിച്ച് NDAക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങ് പറയുന്നതിന്റെ അർത്ഥം ഇന്ന് ഈ കേരള സംസ്ഥാനത്ത് ഭരണം നടത്തുന്ന പിണറായി വിജയന്റെ ഒരു മുഖ്യ പ്രതിപക്ഷം, എതിരാളി എന്ന് പറയുന്നത് NDA ആണ്. അതെ, BJP തന്നെയാണ്. പൂർണ്ണമായിട്ടും തെരഞ്ഞെടുപ്പിൽ ഏറ്റുമുട്ടുന്നത് LDFും NDAയും തമ്മിലാണ്. അതെ, അത് LDFിന് അവിടെ വലിയ റോളില്ല. അല്ല, UDF ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി പലപ്പോഴും നമുക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. എവിടെയൊക്കെ NDA വിജയസാധ്യത വരുമോ അവിടെ ഇവരുമായിട്ട് ധാരണ ഉണ്ടാക്കുന്ന ഒരു സംഭവവികാസങ്ങളാണ് നമ്മൾ പല കാലത്തിലും കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് അവർ അതിന് കാരണങ്ങളുണ്ട്. ഇന്ന് ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷികളാണ് ഇവർ. കേരളത്തിൽ മാത്രമാണ് പരസ്പരം പോരടിക്കുന്നത്. ഇപ്പോൾ ബാക്കി എല്ലാ നയങ്ങളിലും കേന്ദ്രതലത്തിലുള്ള രാഹുൽ ഗാന്ധി നടത്തുന്ന എല്ലാ പ്രക്ഷോഭങ്ങളുടെ ആയിരുന്നാലും എന്ത് വിഡിത്ത പ്രഖ്യാപനങ്ങളായിരുന്നാൽ പോലും അതിനെയെല്ലാം അനുകൂലിച്ചുകൊണ്ട് അതേ പാതയിലാണ് ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ ഇവിടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി, ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഞങ്ങൾ രണ്ടുപേരും പോരടിക്കുന്നുവെന്ന് കാണിക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിക്കും. അപ്പോൾ അത് ഇന്നിപ്പോൾ സാധാരണ ജനങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു. ഇപ്പോൾ നേരത്തെ ദൃശ്യ മാധ്യമങ്ങൾ, ഇന്ന് ഈ പറഞ്ഞ യൂട്യൂബ് സോഷ്യൽ മീഡിയ യൂട്യൂബ് ചാനലുകൾ, അപ്പോൾ ഇതിലൂടെയൊക്കെ ജനങ്ങൾ ഓരോ ദിവസവും ഓരോ സംഭവങ്ങളുടെ യാഥാർത്ഥ്യം അപ്പം തന്നെ മനസ്സിലായിക്കൊണ്ടിരിക്കും. പക്ഷേ പണ്ട് ഇത്തരത്തിലുള്ള ഒരു വിനിമയ മാർഗം ഇല്ല. ഒരു പത്രത്തിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആധികാരികതയെക്കുറിച്ച് പിന്നെ വളരെ കാലങ്ങൾക്ക് ശേഷം അതിനകത്ത് മനസ്സിലാവും. പക്ഷേ ഇപ്പോൾ ഒരു സംഭവത്തിന് ഒരു വശമുണ്ടെങ്കിൽ അതിൻ്റെ മറുവശം പുറത്തു വരാൻ വേണ്ടി അധികം സമയമെടുക്കാറില്ല. അപ്പോൾ അത് സത്യം ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും സത്യം ഇതുപോലെ യൂട്യൂബ് ചാനലുകളുടെ എല്ലാം സഹായത്തോടു കൂടി അത് പൊതുജനത്തിന് മുന്നിലേക്ക് എത്തുന്നു. അപ്പോൾ ജനങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ശരി എന്ത് തെറ്റ് എന്ന് തീരുമാനിക്കാനും ഞങ്ങൾ ഇതിനോടൊപ്പം നിൽക്കണമെന്ന് അവർക്ക് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള ഒരു സാഹചര്യം ഇന്ന് ഉണ്ട്. അപ്പോൾ ഈ ഒരു അനുകൂല സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് നമുക്കിപ്പോൾ വരുന്ന പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, അപ്പോൾ കേരളത്തിൽ ഈ പറഞ്ഞ 23,000-ലധികം വരുന്ന വാർഡുകളിൽ ശക്തമായിട്ടുള്ള മത്സരം കാഴ്ചവെക്കാൻ വേണ്ടി NDAക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഈ പറഞ്ഞ 14 ജില്ലകൾ ഞങ്ങളുടെ പാർട്ടിയുണ്ട്. ഞങ്ങൾ ഈ പറഞ്ഞ പകുതിയോളം പഞ്ചായത്തുകളിൽ നമ്മുടെ സാന്നിധ്യമുണ്ട്. അപ്പം നമുക്ക് NDAയുടെ ഒരു ഘടകകക്ഷി എന്നുള്ള നിലയ്ക്ക് സ്വാഭാവികമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ആയിരുന്നാലും അതുപോലെ മുനിസിപ്പാലിറ്റികളായിരുന്നാലും പഞ്ചായത്തുകളിലായിരുന്നാലും NDAയുടെ ഘടകകക്ഷി എന്നുള്ള നിലയ്ക്ക് ആ ഒരു മാന്യമായിട്ടുള്ള പരിഗണന NDAക്കകത്ത് ലഭിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ എല്ലാ സ്ഥലത്തും ഉണ്ടാവും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് മുന്നോടിയായിട്ട് കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഞങ്ങൾക്ക് ഔദ്യോഗികമായിട്ടുള്ള പാർട്ടി ചിഹ്നം അനുവദിച്ച് നൽകി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ ശിവസേന NDAയോടൊപ്പം നിന്നുകൊണ്ട് NDA വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളായി മുന്നോട്ട്. അതുപോലെ തന്നെ നേരത്തെ ചോദിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭയുടെ കണക്കുകൾ പ്രകാരമാണെങ്കിൽ 20-ന് മുകളിൽ നമ്മുടെ നിയമസഭാ മണ്ഡലങ്ങളിൽ വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം നിലവിൽ NDAക്കുണ്ട്. അപ്പോൾ ആ ഒരു സംഖ്യ നമ്മുടെ ഇപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം തൊട്ട് ഞാൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അപ്പോൾ അവരുടെ 10 ദിവസത്തെ ഗൃഹസമ്പർക്കം 50 ലക്ഷം വീടുകളിലാണ് BJPയുടെ നേതൃത്വത്തിൽ ഗൃഹസമ്പർക്കം നടത്തുന്നത്. ഇത് കേരളത്തിൽ ആദ്യമായിട്ടാണ്. BJP NDAയുടെ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു സമ്പർക്ക പരിപാടി ആദ്യമായിട്ടാണ് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അത്രയും മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ടാണ്. അപ്പോൾ ഒരു 6 മാസം മുന്നിൽ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ്. NDAക്കകത്ത് വലിയ ചർച്ചകൾ ഈ കാര്യങ്ങളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചിട്ടയായിട്ടുള്ള പ്രവർത്തനം നടക്കുകയാണെങ്കിൽ അമിത്ഷാജി ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇവിടെ മുന്നണി രാഷ്ട്രീയമാണ്. ഇപ്പോൾ BJPക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ 40-50 സീറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഏതെല്ലാം ഘടകകക്ഷികൾ BJPയിലേക്ക് വരുമെന്നുള്ള കാര്യം അപ്പോഴും നമുക്ക് നോക്കേണ്ടി വരും, ആലോചിക്കേണ്ടി. അപ്പോൾ അവർ UDF LDF അല്ല, കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടി ഒരു സംസ്ഥാനത്ത് വരണമെന്ന ഒരു സാഹചര്യം, വികസനം എത്തിക്കുവാൻ വേണ്ടി വരണമെന്ന് വെച്ചാൽ അതിപ്പോൾ BJPയുടെ അതൊരു സ്വപ്നമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അത് സമീപ ഭാവിയിൽ തന്നെ യാഥാർത്ഥ്യമാകാൻ പോകുന്ന ഒരു കാരണമാണ് NDA BJP കേരളം ഭരിക്കുമെന്നുള്ളത്. എന്തായാലും അങ്ങയുടെ ഈ
ഇത്രയും സമയം നമുക്ക് വേണ്ടി ചെലവഴിക്കുകയും ഇതേക്കുറിച്ചൊക്കെ വിശദീകരിക്കുകയും ചെയ്തു. അങ്ങ് ലക്ഷ്യമിടുന്നത് പോലെ, അങ്ങയുടെ മുന്നണി ലക്ഷ്യമിടുന്നത് പോലെ ഒരു വിജയം അങ്ങേക്കും അങ്ങയുടെ മുന്നണിക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.